Good afternoon, all. Good afternoon, ma'am. എന്താണ് ഇന്ന് ആള് കുറവാണല്ലോ ക്ലാസ്സില്? എന്തുപറ്റി? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് മാം, ജന്മാഷ്ടമി. ആ ഓക്കെ ഓക്കെ. നമ്മുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതണ്ടേ? എന്നിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബുക്ക് എടുത്തോ, തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാൻ പോകണം. ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം, എന്നിട്ട് ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. Okay, first question. CVTS-ICU stands for. CVTS-ICU stands for. CVTS-ICU stands for. എന്താണ് CVTS-ICU? എന്താണ് CVTS? അറിയില്ലായിരിക്കും. Cardiovascular thoracic intensive care unit. കാർഡിയോ ഇതുമായി ബന്ധപ്പെട്ട ബൈപ്പാസ് സർജറി, വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനെയുള്ള സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU, കാർഡിയോ വാസ്കുലർ thoracic intensive care unit. Next question. In which intensive care unit? In which intensive care unit in which intensive care unit are patients admitted with brain tumors? Patients. Second question ആണോ നവ്യ? Second question ആണോ? Okay. In which intensive care unit? Okay, neuro. In which intensive care unit patients are admitted with
brain tumors. Brain tumors. ഏത് ഇന്റൻസീവ് കെയറിലായിരിക്കും ബ്രെയിൻ ട്യൂമർ ആയിട്ട് വരുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്? ഏതാണ്? ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Neuro intensive care unit. Next, which type of intensive care unit? Which type of intensive care unit? Intensive care unit. Which type of intensive care unit? The patients are treated. The patients are treated specially skilled doctors or intensivist. Which type of intensive care unit? The patients are treated സ്പെഷ്യലി സ്കിൽഡ് ഡോക്ടേഴ്സ് ഓർ ഇന്റൻസിവിസ്റ്റ്. എന്താണ് നമ്മൾ രണ്ട് ടൈപ്പ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU പഠിച്ചല്ലേ? ഓപ്പൺ യൂണിറ്റും പഠിച്ച് ക്ലോസ്ഡ് യൂണിറ്റും പഠിച്ച്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ICU ആണ്? ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റ്. Which type of intensive care unit? Which type of intensive care unit? The patients are treated specially skilled doctors or intensivist. Specially skilled doctors or intensivist. Closed unit. Answer, closed unit. Next, fourth question. Who is the registrar in ICU? Who is the registrar in ICU? ICU le registrar ആരാണ്? ഭരണാധികാരി ആരാണ്? Who is the registrar in ICU? ആരാണ്? Who is the registrar in ICU? Senior president. Okay, senior president. Junior resident. Duty hours in ICU. Junior resident. Duty hours in ICU. 12. വേറെ പറഞ്ഞേ, ആൻസർ പറഞ്ഞേ ഒന്ന്. ജൂനിയർ റെസിഡൻസ് ഡ്യൂട്ടി അവേഴ്സ് ഇൻ ICU 12 അവളോട് പറഞ്ഞു അല്ലെ? ജൂനിയർ റെസിഡന്റിന്റെ വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഡേയും നൈറ്റും പറഞ്ഞ ഡേ ആൻഡ് നൈറ്റ്. ഒരു ദിവസം ഡേയും ഉണ്ട് നൈറ്റും ഉണ്ട്. അപ്പൊ എത്ര അവേഴ്സ് ആയി? ഞാൻ പറഞ്ഞിരുന്നില്ല എത്ര അവേഴ്സ് ഉണ്ടപ്പാ? 24 അവേഴ്സ് ആണോ? നിങ്ങൾക്കിത് തെറ്റ് സംഭവിക്കാം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത്. സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ നിങ്ങൾക്ക് എന്താണ് തെറ്റ് സംഭവിക്കാം. നിങ്ങൾ എല്ലാവരും 12 അവേഴ്സ് നേടും. അത് കാരണം ഈ ക്വസ്റ്റ്യൻ ഇട്ടേ. 24 hours. Next, who is responsible for purchasing and servicing of ICU equipment? Who is responsible for purchasing and servicing
and servicing of ICU equipment. ICU എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുകയും സർവീസ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ആരുടെ ഡ്യൂട്ടിയാണിത്? ആരുടെ ഡ്യൂട്ടിയാണ്? എന്താണ് ആരും ആൻസർ പറയാത്തെ? 2 ദിവസം കഴിഞ്ഞപ്പോ പഠിച്ചതൊക്കെ മറന്നുപോയാ? 2 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്തൊക്കെ കഴിഞ്ഞപ്പോ പഠിച്ചതൊക്കെ മറന്നുപോയാ? പേഷ്യന്റിന്റെ ഡ്യൂട്ടിയാണോ ICU എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുകയും വാങ്ങുകയും സർവീസ് ചെയ്യുകയും ചെയ്യുക? ഇൻചാർജ് ഓഫ് ICU, ICUലെ ഇൻചാർജർ ആരാണോ അയാളാണ് ICU എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുകയും സർവീസ് ചെയ്യുകയും ചെയ്യുന്നത്. ICU ഇൻചാർജർ. ICU ഇൻചാർജർ. Next question. Who is ensure quality assurance programs in ICU? Quality assurance programs in ICU. Who is ensure quality assurance programs in ICU? ആരാണ്? ICUലെ നടക്കുന്ന കാര്യങ്ങള് ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is attend ICU calls? Who is ensure? ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 7th ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്, എഴുതണ്ട. എഴുതണ്ട. Who is ensure quality assurance programs? Who is ensure quality assurance programs in ICU? Quality assurance programs in ICU. Hospital administration. Who is attend? 8th question. Who is attend ICU calls? Who is attend ICU calls and pass on messages properly in ICU? ICU secretary. Okay. Who is attend ICU calls? Who is attend ICU calls and pass on messages properly in ICU? Ninth question. Choose odd one out. 9th question. Choose odd one out. Option A. Choose odd one out. Option A. Cardiac intensive care unit. Cardiac intensive care unit.
പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് മെസ്സേജുകൾ പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എത്തിക്കുക. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ചൂസ് ഓഡ് വൺ ഔട്ട് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, വെന്റിലേറ്റർ. ഓപ്ഷൻ സി വെന്റിലേറ്റർ. ഓപ്ഷൻ ഡി ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി. ഓക്കെ. Tenth question, who is maintained? Tenth question, who is maintained? Who is maintained? Files and who is maintained? Files and organize patient records. Who is maintained? Files and files and organize patient records in ICU. Patient records in ICU. Okay. Then ICU secretary. ICU secretary. Okay. Who is maintained? Files and organize patient records in ICU. 11th question. After surgery. After surgery. After surgery, the patients are admitted. After surgery. After surgery, the patients are admitted. The patients are admitted in which ICU? In which ICU? After surgery, the patients are admitted in which ICU? MICU ആണോ? SICU അല്ലെ, സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ആഫ്റ്റർ സർജറി സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാലോ. The senior resident duty hours in ICU. The senior resident duty hours in ICU. സീനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടി അവർ 12 അല്ലേ. മാറിപ്പോവോ ഇനി സീനിയറിന്റെയും ജൂനിയറിന്റെയും ഡ്യൂട്ടി അവേഴ്സ് മാറിപ്പോകോ? ഇല്ല. ജൂനിയറിന്റെ 24ഉം സീനിയറിന്റെ 12 hours. ഓക്കെ. Which unit connection? Next question. Which unit connection? Which unit connection
Which unit connection is necessary for which unit connection is necessary for which unit connection is necessary for necessary for proper treatment given to patient in ICU. Patients in ICU. Which unit connection is necessary for treatment given to patient in ICU. ICU ൽ കിടക്കുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാൻ ഏത് യൂണിറ്റുമായിട്ടാണ് കണക്ഷൻ വേണമെന്ന് പറയുന്നത്? പാരന്റ് യൂണിറ്റ് അല്ലെ? Which unit connection is necessary for proper treatment given to patients in ICU. ഏത് യൂണിറ്റുമായിട്ടാണ്? പാരന്റ് യൂണിറ്റ് അല്ലെ? മാതൃ യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ അല്ലെ വേണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അവരെഴുതിയോ? കിട്ടിയോ ക്വസ്റ്റ്യൻ എല്ലാം? ഓക്കെ. First question. CVTS ICU stands for. CVTS ICU stands for. 13 ക്വസ്റ്റ്യൻ ഉള്ളൂ. 13 ക്വസ്റ്റ്യൻ. CVTS ICU stands for. അങ്ങനെ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കണ്ടേ? CVTS ICU stands for എന്താണ്? കാർഡിയോ വാസ്കുലാർ thoracic intensive care unit. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് എടുക്കാനുള്ളത് ലബോറട്ടറി സർവീസ് ആണ്. ലാബ് അല്ലെ? ലബോറട്ടറി സർവീസ് എന്താണ്? ആരെങ്കിലും ലാബിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ? ഇനി ലാബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞവരോ? ഇല്ല. 8th question. Who is attended CVTS എന്ന് പറഞ്ഞാല് കാർഡിയോ വാസ്കുലാർ thoracic intensive care unit.
കാർഡിയോ വാസ്കുലർ അതായത് ബൈപ്പാസ് സർജറി, വാൽവ് മാറ്റിവെക്കൽ, ശസ്ത്രക്രിയ, അങ്ങനെ കാർഡിയോ വാസ്കുലറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്ന ICU ആണ് കാർഡിയോ വാസ്കുലർ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്. ഓക്കെ. 8th question, who is attend ICU calls? Who is attend ICU calls? ICU calls and pass on messages properly in ICU. Pass on messages properly in ICU. ആരാണ്? ICU secretary. ICU secretary. ഓക്കെ. ലബോറട്ടറി സർവീസ് അല്ലെ, ലാബില് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഇപ്പൊ ലാബിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരുണ്ട് അല്ലെ, ലാബ് പഠിച്ച ഒരാളുണ്ട്, ലാബിൽ വർക്ക് ചെയ്യുന്ന ഫുഡ് പ്രോസസിങ് ലാബാണ്. നല്ല അറിയാൻ പറ്റൂലേ കുറച്ച് ടേംസ് ഒക്കെ. ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട. ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആദ്യം അയച്ചെന്നതിൽ 18 പക്ഷെ ഇപ്പൊ ഇതിലെന്താണ് 3 ആണ്. 18 എടുക്കുന്നത്. പ്രശ്നമില്ല. ചാപ്റ്റർ 1 ലബോറട്ടറി സർവീസ്. ലാബിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് പറയാമോ? ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റുകൾ. എന്ത് ടെസ്റ്റുകളാണ് ലാബിൽ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ലാബില് ടെസ്റ്റുകൾ? ബ്ലഡ് മാത്രം ടെസ്റ്റ് ചെയ്യുള്ളൂ ലാബില്? വേറെ എന്തൊക്കെ ചെയ്യും? യൂറിൻ. ഓക്കെ. പിന്നെ എന്താണ്? സ്റ്റൂള്, സെറം യൂസ് ചെയ്യും, ബ്ലഡ് സെറം ടെസ്റ്റ് ചെയ്യും, യൂറിന് അല്ലേ? ഓക്കെ. ഇപ്പൊ എന്താണ്? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ഒരു പേഷ്യന്റിന്റെ, ഒരു രോഗിയുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ, ഈ സെറം, ബ്ലഡ്, യൂറിൻ എന്നൊക്കെ പറയുന്നത് ഫ്ലൂയിഡ്സുകളല്ലേ? അങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അതായത് സ്പെസിമെൻസ് അല്ലെ, എന്താണ് ഇങ്ങനെ പറയുന്നതാണ്? സാമ്പിളുകളില് സ്പെസിമെൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സ്പെസിമെൻ യൂസ് ചെയ്തിട്ട് ഒരു രോഗിയുടെ രോഗം നിർണയിക്കുക, അത് അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക, അതിനുള്ള ഡിസീസിനെതിരെ പ്രിവെൻഷൻ, എന്തൊക്കെ പ്രിവെൻഷൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലാബ്. എന്താണ്? ഒരു രോഗിയുടെ രോഗനിർണയം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ, രോഗനിർണയത്തിനും ചികിത്സയ്ക്കും രോഗം തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരാളുടെ എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് അതല്ലെങ്കിൽ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലബോറട്ടറി ഓർ ക്ലിനിക്കൽ മെഡിക്കൽ ലബോറട്ടറി. ക്ലിയർ ആയത്? നോക്കിയേ, introduction നോക്കിക്കോ. A medical laboratory or clinical laboratory is a place where tests are done on clinical specimen. എന്താണ് clinical specimen? എന്താണ്? സാമ്പിളുകൾ. സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ സാമ്പിളുകൾ. To get information about the health of a patient. എന്താണ്? പേഷ്യന്റിന്റെ ഹെൽത്തുമായി അല്ലെ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. To help in ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്. എന്താണ്? ഡയഗ്നോസ്, രോഗനിർണയം നടത്തി അവർക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക. ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. എന്താണ്? ഡിസീസ്, ഒരു അസുഖത്തിൽ നിന്നുള്ള പ്രിക്കോഷൻസ് അല്ലെ, പ്രിവെൻഷൻ, പ്രതിരോധങ്ങൾ. എന്തൊക്കെ പ്രതിരോധങ്ങൾ സ്വീകരിക്കാം എന്നതിന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിന്റെ ബോഡി ഫ്ലൂയിഡ്സുകൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ ലബോറട്ടറി. നെക്സ്റ്റ്, medical laboratories differ in size and complexity and so provide different types of testing service. എന്താണ്? എല്ലാ ലാബുകളും ഒരേപോലെയാണ് ആളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില്, അതല്ലെങ്കിൽ അവിടെയുള്ള സാങ്കേതിക വിദ്യകൾ അല്ലെ, എക്യുപ്മെന്റ്സുകൾ, അങ്ങനെയുള്ളതിന്റെ അടിസ്ഥാനത്തിലും എല്ലാ ലാബുകളും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളൊക്കെ ഒരേപോലെയാണോ എല്ലാ മെഡിക്കൽ ലാബ് എന്നുള്ള? അല്ല അല്ലെ. എന്താണ്? ചിലത് ഇപ്പം ചിലര് എന്താണ് കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെ, കുറച്ച് സാങ്കേതിക വെച്ചും കാണിട്ടൊക്കെയാണ്
ഇപ്പൊ നമ്മൾ തന്നെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സാമ്പിൾ അവർ എടുക്കും അല്ലെ, ബ്ലഡ് എടുക്കും. പിന്നെ പറയും അത് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ലാബിലേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് റിസൾട്ട് കിട്ടിയാലും മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, ഒരു 4 ദിവസം 5 ദിവസം നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയൂലേ. അപ്പൊ എന്താണ്, എല്ലാ ഫെസിലിറ്റീസും ആ ലാബില് ലഭ്യമല്ല അല്ലെ. അപ്പൊ എന്താണ്, ഓരോ മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി and so provide different types of testing service. എല്ലാ ലബോറട്ടറീസും എന്താണ്, സൈസിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള കോംപ്ലക്സിറ്റിയുടെ സങ്കീർണതയുടെ, അതായത് അവിടുത്തെ എക്യുപ്മെന്റ്സുകൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളും ടെസ്റ്റിംഗ് സർവീസുകളും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദി ലബോറട്ടറി that is equipped with various biochemical instruments, equipments, materials and reagents for carrying out different laboratory investigate activities by using biological specimens. Like എന്തൊക്കെയാണ് biological specimens? Blood, serum, plasma, urine, stool, etc. എന്താണ്, ഒരു പേഷ്യന്റിന്റെ ബോഡി ഫ്ലൂയിഡ്സുകൾ, അതായത് സ്പെസിമെൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതൊക്കെ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് എല്ലാ ലബോറട്ടറിയിലും അതിനുള്ള എന്താണ് ബയോകെമിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ, എക്യുപ്മെന്റ്സുകൾ, മെറ്റീരിയൽസ് അല്ലെ, മൈക്രോസ്കോപ്പ്, പിന്നെ എന്താണ് സ്ലൈഡുകൾ, അങ്ങനെയുള്ള ഒരുപാട് എക്യുപ്മെന്റ്സുകൾ മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ്, കെമിക്കൽസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. എന്താണ്, ഓരോ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ ബ്ലഡ് സാമ്പിള്, സെറം, പ്ലാസ്മ ഒക്കെ എടുത്തും കാണിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനായിട്ട് അല്ലെ, പലതരത്തിലുള്ള എക്യുപ്മെന്റുകള്, ഇൻസ്ട്രുമെന്റുകള്, റിയേജൻസ്, അതായത് കെമിക്കൽസ്, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയത്? മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ, ഒരാളുടെ എന്താണ് ബോഡി ഫ്ലൂയിഡ്സുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അത് ടെസ്റ്റ് ചെയ്യാനുള്ള എന്താണ്, അവർക്ക് എന്ത് ഡിസീസ് ആണ് അത്, ആ ഡിസീസ് പ്രിവെൻഷൻ ചെയ്യാനായിട്ട്, പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബോഡി ഫ്ലൂയിഡുകൾ, ഒരാളുടെ സ്പെസിമെൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ ലബോറട്ടറി. മെഡിക്കൽ ലബോറട്ടറിയിൽ സെൽസിന്റെ അടിസ്ഥാനത്തിൽ അവരുള്ള സങ്കീർണ, അതായത് എക്യുപ്മെന്റുകൾ, അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളും ഓരോ ലാബുകളിലും വ്യത്യസ്തമായിരിക്കും. പിന്നെ എന്താണ്, ഈ ബോഡി ഫ്ലൂയിഡ്സുകൾ അതല്ലെങ്കിൽ സ്പെസിമെൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ലബോറട്ടറികളിലും അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, കെമിക്കൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, the objective of a medical laboratory are providing its customers, physicians and patients exact result which share clinical treatment. എന്താണ് മെഡിക്കൽ ലബോറട്ടറിയുടെ ഒബ്ജക്റ്റീവ്, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ പേഷ്യന്റിന് അല്ലെ അവിടെ ബ്ലഡ് സാമ്പിൾ അതല്ലെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ് ടെസ്റ്റിന് വരുന്ന പേഷ്യൻസിന് ക്ലിയർ ആയിട്ടുള്ള അല്ലെ, എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും അല്ലെ. എന്താണ്, അവരുടെ ബ്ലഡ് അതല്ലെങ്കിൽ യൂറിന് അല്ലെങ്കിൽ സ്റ്റൂള് അല്ലെങ്കിൽ സെറം ഒക്കെ യൂസ് ചെയ്ത് കാണിട്ട് ടെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും ആ ലാബിന്റെ ഉദ്ദേശം അല്ലെ. ആണ് ഒബ്ജക്റ്റീവ്. കറക്റ്റ് ടെസ്റ്റ് റിസൾട്ട് കൊടുക്കുക. ക്ലിയർ ആയോ? നമ്മുടെ മെഡിക്കൽ ലബോറട്ടറിയുടെ ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലാബിൽ വരുന്ന ആളുകളുടെ അല്ലെ സ്പെസിമെൻസ് ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ട് ക്ലിയർ ആയിട്ടുള്ള അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും. വരുന്ന ആളുകൾക്ക് ക്ലിയർ ആയിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് കൊടുക്കുക. അത് മാത്രമുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉള്ളു അതിന്. ഓക്കെ. നെക്സ്റ്റ്,
ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസ്. ലാബ് സർവീസുകളെ അവിടെ ഫങ്ഷൻസിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 5ആയി തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 5 ഡിവിഷൻസ്. ലാബിന്റെ സർവീസുകളെ പ്രവർത്തനങ്ങളുടെ ബേസിസിൽ അതിനെ 5ആയി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി. ഫസ്റ്റ് ക്ലിനിക്കൽ പാത്തോളജി. സെക്കൻഡ് ക്ലിനിക്കൽ മൈക്രോബയോളജി. പറഞ്ഞുതരാട്ടാ എന്താണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ജസ്റ്റ് ഇത് പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി, സെക്കൻഡ് വൺ ക്ലിനിക്കൽ മൈക്രോബയോളജി, തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഫോർത്ത് വൺ യൂറിൻ അനാലിസിസ്. എന്താണ്? യൂറിൻ പരിശോധിക്കുക, യൂറിൻ അനാലിസിസ്. ഫിഫ്ത് വൺ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് സൂക്ഷിക്കാനും ബ്ലഡ് കളക്ട് ചെയ്യാനുമുള്ള ബ്ലഡ് ബാങ്ക് അല്ലെ. എന്താണ്? സർവീസുകളുടെ അടിസ്ഥാനം, ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തില് ലാബിലെ പ്രവർത്തനങ്ങളെ 5ആയി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലിനിക്കൽ പാത്തോളജി, നെക്സ്റ്റ് സെക്കൻഡ് വൺ ക്ലിനിക്കൽ മൈക്രോബയോളജി, തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ഫോർത്ത് വൺ യൂറിൻ അനാലിസിസ്, ഫിഫ്ത് വൺ ബ്ലഡ് ബാങ്ക്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആയോ? ഈ 5 തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലിനിക്കൽ പാത്തോളജി. ഇപ്പൊ യൂറിൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്ത് അറിയാലോ നിങ്ങൾക്ക്? മൂത്രം പരിശോധിച്ചില്ലേ? യൂറിൻ പരിശോധിക്കുക. എന്താണ്? എന്തെങ്കിലും യൂറിനൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂറിനുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഡിസീസുകൾ അല്ലെ, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനാണ് യൂറിൻ അനാലിസിസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പിന്നെ ബ്ലഡ് ബാങ്ക് അറിയാലോ? ബ്ലഡുകൾ സ്വീകരിക്കാൻ, കളക്ട് ചെയ്യാനും എന്താണ് വിതരണം ചെയ്യാനും അല്ലെ, ആവശ്യമുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബ്ലഡ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. ഓക്കെ. ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളുടെ, ഒരു ലാബിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 5ആയി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി. ഓക്കെ. യൂറിൻ അനാലിസിസ് എന്ന് പറഞ്ഞാല് യൂറിൻ ടെസ്റ്റ് ചെയ്യുക അല്ലെ, യൂറിൻ പരിശോധിക്കുക. അപ്പൊ എന്താണ്? യൂറിനൽ ഇൻഫെക്ഷൻസ് ഉണ്ടോന്ന് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ മൂത്രത്തിക്കല്ല് അല്ലെ, അല്ലെങ്കിൽ മൂത്രത്തി പഴുപ്പ്, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള യൂറിൻ ടെസ്റ്റ് ചെയ്ത് കാണിട്ട് എന്താണ് ആ പേഷ്യൻസിന് എന്ത് ഡിസീസ് ആണെന്ന് കണ്ടുപിടിക്കുന്നതാണ് യൂറിൻ അനാലിസിസ്. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കുന്നതിന് എന്താണ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ബ്ലഡ് ബാങ്ക്. നെക്സ്റ്റ് ഇനി ക്ലിനിക്കൽ പാത്തോളജി. ഫസ്റ്റ് വൺ എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി എന്താണെന്ന് പറയാം. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ, ബ്ലഡ്, സെറം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ്, സെറം, യൂറിന്, പിന്നെന്താണ് ടിഷ്യൂ, പിന്നെന്താ സ്റ്റൂൾസ് അല്ലെ, സ്റ്റൂൾ. ഓക്കെ. അങ്ങനെയുള്ള അതൊക്കെ വെച്ച് കാണിട്ട് നമ്മുടെ എന്താണ് രോഗനിർണയം, നമുക്ക് എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യുക. എന്താണ്? പിന്നെ അതിനുള്ള കാരണം, കോസ്, ആ അസുഖം വരാൻ എന്ത് കാരണമാണ്, അതല്ലെങ്കിൽ അതിനുള്ള ലക്ഷണങ്ങൾ അല്ലെ, നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ട് ആ രോഗത്തിന് വേണ്ടിയിട്ട്, അതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ ക്ലിനിക്കൽ പാത്തോളജി. ഒരു പേഷ്യന്റിന്റെ, ഒരാളുടെ എന്താണ് ബോഡി ഫ്ലൂയിഡ്സുകള്, സ്പെസിമെൻസ് യൂസ് ചെയ്ത് കാണിട്ട് എന്താണ് ഡയഗ്നോസിസ് ചെയ്യുക, അതിനുള്ള ലക്ഷണങ്ങൾ അല്ലെ, സിംറ്റംസ്, പിന്നെ എന്താണ് കോസ്, കാരണം എന്താണ്, അതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ക്ലിനിക്കൽ പാത്തോളജി. മനസ്സിലായ? ക്ലിനിക്കൽ പാത്തോളജി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ മാത്രം ഒന്നെങ്കിൽ തമ്പെങ്കിലും ഇടാം, എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മ്യൂട്ട് ചെയ്തിട്ടല്ലേ മിസ് ക്ലാസ് എടുക്കുന്നത്. ഒന്നുകൂടെ പറയണോ? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ, ഒരാളുടെ ബോഡി ഫ്ലൂയിഡുകൾ അല്ലെ, ബ്ലഡ്, യൂറിന്, സെറം, ടിഷ്യൂ, ഇതൊക്കെ വെച്ച് കാണിട്ട് എന്താണ് നമുക്ക് രോഗനിർണയം നടത്തുകയും ചെയ്യുക. അതിനുള്ള കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കില്ലേ? ഇപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിട്ട് എന്താണ് നമുക്ക് ESR ഉണ്ട്, അതല്ലെങ്കിൽ എന്താണ് ഷുഗർ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കില്ലേ? അതിന് പറയുന്നതാണ് ക്ലിനിക്കൽ പാത്തോളജി. ക്ലിയർ ആയോ?
അപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് അതിൽ തന്നെ വരുന്നതാണ്, ഈ ക്ലിനിക്കൽ പാത്തോളജിയിൽ വരുന്നതാണ് ഹീമറ്റോളജി. ഹീമറ്റോളജി ഇതിനെന്തെങ്കിലും മനസ്സിലായ എന്ത് ടെസ്റ്റ് ആണ് ഹീമറ്റോളജിയിൽ നടത്തുന്നതെന്ന്? ബ്ലഡ്. ഓക്കെ. എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് അല്ലെ. ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിട്ട് അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇപ്പൊ ബ്ലഡിന്റെ ഗുണവിശേഷങ്ങൾ അതല്ലേ. അതല്ലെങ്കിൽ എന്താണ് ബ്ലഡുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ഇപ്പൊ എന്താണ് നമ്മുടെ ബ്ലഡിൽ WBC അല്ലെ, RBC, HB, പിന്നെ അനീമിയ അല്ലെ, ബ്ലഡ് കുറവുണ്ടെങ്കിൽ അതറിയാൻ സാധിക്കില്ലേ. ഷുഗറിന്റെ പിന്നെ എന്താണ് ESR, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഹീമറ്റോളജി. എന്താണ് ബ്ലഡ് പരിശോധിച്ച് നമുക്കുള്ള ഡിസീസുകളൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഹീമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ്. ക്ലിയർ ആയോ? ഹീമറ്റോളജി ബ്ലഡ് പരിശോധിച്ച് കാണിട്ട് എന്താണ് നമ്മുടെ WBC, RBC, അനീമിയ അല്ലെങ്കിൽ ബ്ലഡ് കൗണ്ട് ഒക്കെ കണ്ടുപിടിക്കില്ലേ, അതാണ് ഹീമറ്റോളജി. നെക്സ്റ്റ് ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാല് എന്താണ് ടിഷ്യൂ പഠനം. എന്താണ് നമ്മുടെ രോഗങ്ങൾ കണ്ടെത്താനായിട്ട് ഒരാളുടെ ഒരു പേഷ്യന്റിന്റെ ടിഷ്യൂ ഉപയോഗിച്ച് കണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റോപാത്തോളജി. എന്താണ് നമ്മുടെ ക്യാൻസർ ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ടിഷ്യൂ ഇനി എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെന്താണ് ആരോഗ്യ വൈകല്യങ്ങൾ അല്ലെ, നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത്. പിന്നെന്താണ് ആന്തരിക ക്ഷതങ്ങൾ, ഇപ്പൊ ടിഷ്യൂവിന് ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ക്ഷതങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഈ ഹിസ്റ്റോപാത്തോളജിയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഡി ഓഫ് ടിഷ്യൂ. ഞാൻ ഇതിന്റെ നോട്ട് തരാം, ക്ലാസ് എടുത്തിട്ട് നോട്ട് തരാം നിങ്ങൾക്ക്. അപ്പൊ ഹിസ്റ്റോപാത്തോളജി എന്താണെന്ന് മനസ്സിലായ? ഒരാളുടെ ടിഷ്യൂ ടെസ്റ്റ് ചെയ്ത് കാണിട്ട് അവർക്ക് എന്ത് രോഗമാണെന്ന് കണ്ടെത്തുന്നതാണ് ഹിസ്റ്റോപാത്തോളജി. നെക്സ്റ്റ് സൈറ്റോളജി. സൈറ്റോളജി എന്താണെന്ന് പറയാൻ പറ്റുമോ? സൈറ്റോളജി സെല്ലുകള്. ഓക്കെ. സെല്ലുകള്, നമ്മുടെ സെല്ലുകള് ടെസ്റ്റ് ചെയ്തിട്ട് സെൽസിന്റെ ഫങ്ഷൻസ്, അതിന്റെ സ്ട്രക്ചർ, അതല്ലെങ്കിൽ സെൽസ് എന്തെങ്കിലും ഡാമേജുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗനിർണയം കണ്ടെത്താനൊക്കെ. ഇപ്പൊ എന്താണ് ക്യാൻസർ ഒക്കെ കണ്ടെത്താൻ പറ്റൂല. ഇപ്പൊ സെല്ലുകളൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണിട്ടാണ് ക്യാൻസർ ഒക്കെ കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ എന്താണ് സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ക്ലിയർ ആയോ? റുട്ടീൻ പാത്തോളജി. നെക്സ്റ്റ് വരുന്നത് റുട്ടീൻ പാത്തോളജി. റുട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ അസുഖങ്ങൾ ഡയഗ്നോസിസ് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നതാണ് റുട്ടീൻ പാത്തോളജി. ക്ലിയർ ആയോ? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ, ഒരാളുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ ടെസ്റ്റ് ചെയ്ത് കാണിട്ട് ഡയഗ്നോസിസ് ചെയ്യുക, അതിനുള്ള കാരണം കണ്ടുപിടിക്കുക, അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ക്ലിനിക്കൽ പാത്തോളജി. ഹീമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആൾക്ക് ബ്ലഡിലുള്ള രോഗങ്ങൾ ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് ഹീമറ്റോളജി. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ടെസ്റ്റ് ചെയ്തിട്ട് രോഗനിർണയ ഡയഗ്നോസിസും അതിനുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തുന്നതാണ് ഹിസ്റ്റോപാത്തോളജി. എന്തിന് ആന്തരിക ക്ഷതങ്ങൾ, അതല്ലെങ്കിൽ ക്യാൻസർ, അതല്ലെങ്കിൽ എന്താണ് ആരോഗ്യ വൈകല്യങ്ങൾ, അതല്ലെങ്കിൽ ടിഷ്യൂവിലുള്ള ഡാമേജുകളൊക്കെ കണ്ടെത്തുന്നതാണ് ഹിസ്റ്റോപാത്തോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാല് സെൽസിനെ കുറിച്ചുള്ള, ഒരാളുടെ സെൽസിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. റുട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് ഒരാളെ ഡയഗ്നോസിസ് ചെയ്യുക, അതിനുള്ള എന്താണ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതൊക്കെയാണ് റുട്ടീൻ പാത്തോളജി. ക്ലിനിക്കൽ പാത്തോളജി ക്ലിയർ ആയോ? ക്ലിനിക്കൽ പാത്തോളജി. ഓക്കെ. നെക്സ്റ്റ് ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? ഒരാളുടെ ശരീരത്തിൽ, ഒരു പേഷ്യന്റിന്റെ ശരീരത്തിലെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, കേട്ടിട്ടില്ലേ? എന്താണ് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അങ്ങനെയുള്ളതൊക്കെ, പാരസൈറ്റ്സ്, അതന്നെ മൈക്രോ ഓർഗൻസ്. അങ്ങനെയുള്ള അവയുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്തി അതുമൂലം എന്തെങ്കിലും ഡിസീസസ് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. മൈക്രോ
ഓർഗാനിസംസിന്റെ ഒരാളുടെ ശരീരത്തില് ഒരു പേഷ്യൻസിന്റെ ശരീരത്തില് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ എന്താണ് പാരസൈറ്റ്സുകൾ അല്ലെ പരാത ജീവികൾ അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും കോസ് കൊണ്ട് എന്താണ് എന്തെങ്കിലും ഡിസീസുകൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിയർ ആയോ? നോട്ട് തരാം ക്ലാസ് കഴിഞ്ഞിട്ട്. നെക്സ്റ്റ് ബാക്ടീരിയോളജി. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ബാക്ടീരിയോളജി എന്താണെന്ന് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എന്താ ഉണ്ട് ബാക്ടീരിയ അല്ലെ? ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനം അല്ലെ? ഒരാളുടെ ശരീരത്തിൽ ബാക്ടീരിയ കൊണ്ട് എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ് ബാക്ടീരിയോളജി. നെക്സ്റ്റ് മൈക്രോ ബാക്ടീരിയോളജി. മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാല് ബാക്ടീരിയ വിഭാഗത്തിൽപ്പെട്ട എന്താണ് ബാക്ടീരിയയിൽ തന്നെ പെടുന്നതാണ്. പക്ഷെ എന്താണ് അതിന്റെ വിഭാഗം ഏതായിരിക്കും? മൈക്രോ ബാക്ടീരിയ ജനസിൽപ്പെട്ട ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ ട്യൂബർകുലോസിസ്, പിന്നെ എന്താണ് ലെപ്രസി, ഈ കുഷ്ഠരോഗങ്ങൾ, ക്ഷയരോഗങ്ങളൊക്കെ കണ്ടെത്തുന്നത് ഈ മൈക്രോ ബാക്ടീരിയോളജി ടെസ്റ്റിലൂടെയാണ്. എന്താണ് ബാക്ടീരിയയിൽ തന്നെ മൈക്രോ ബാക്ടീരിയോളജി വിഭാഗത്തിൽപ്പെടുന്ന ഫംഗസിന്റെ ബാക്ടീരിയയുടെ ഇതുകൊണ്ടാണ് നമുക്ക് എന്താണ് കുഷ്ഠരോഗം ക്ഷയരോഗമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് കണ്ടെത്തുന്നതാണ് മൈക്രോ ബാക്ടീരിയോളജി. ക്ലിയർ ആയോ? ബാക്ടീരിയ വിഭാഗത്തിൽ തന്നെ പെട്ട മൈക്രോ ബാക്ടീരിയോളജിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് മൈക്രോ ബാക്ടീരിയോളജി. നെക്സ്റ്റ് വൈറോളജി. വൈറോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? വൈറസിനെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ എന്താണ് വൈറസ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറസുകൾ അല്ലെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതാണ് വൈറോളജി. ഇപ്പൊ എന്താണ് കോൾഡ് അല്ലെ? പനി വരാം. ഇപ്പൊ നമുക്ക് പുതുതായിട്ട് ഇറങ്ങിയ അസുഖങ്ങളില്ലേ വൈറസ് പുതിയതായിട്ട്? COVID-19, എബോള, യെല്ലോ ഫീവർ ഒക്കെ വൈറസ് കൊണ്ട് ഉണ്ടായിരുന്ന അസുഖങ്ങളല്ലേ? ആണോ? പുതുതായി വന്ന അസുഖങ്ങള് നിപ്പ അങ്ങനെയുള്ള വൈറസിന്റെ സാന്നിധ്യത്തില് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാകുന്ന അസുഖങ്ങള് രോഗനിർണയം നടത്തുന്നതാണ് വൈറോളജി. നെക്സ്റ്റ് മൈക്കോളജി. മൈക്കോളജി എന്തായിരിക്കും? അപ്പൊ എന്തായിരിക്കും? ഫംഗസ് അല്ലേ? ഫംഗസ്, ഫംജിനെ കുറിച്ചുള്ള ഒരു പഠനം. മൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫംജി. എന്താണ്? ഫംഗസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫംജികളെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ എന്താ അത് നമുക്ക് ഫംഗസിന്റെ ബുദ്ധിമുട്ടുണ്ടായാൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് റെസ്പിറേറ്ററി ഫംഗൽ ഡിസീസുകൾ. എന്താണ്? ശ്വസിക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്താ? സ്കിൻ ഡിസീസുകൾ. ചിലവർക്ക് ഇങ്ങനെ സ്കിന്നും ഫംഗസ് വന്നിട്ട് ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ചുണക്ക് പോലൊക്കെ വരില്ലേ? ഫംഗസിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അലർജി, സ്കിന്നുമ്പോ വരുന്ന റിയാക്ഷൻസ്. അപ്പൊ എന്താണ് ഡോക്ടേഴ്സ്, ഇപ്പൊ സ്കിന്നിന്റെ ഡോക്ടേഴ്സ് തന്നെ അതിങ്ങനെ ചിരണ്ടി എടുക്കുന്നതായിട്ട് ഫംഗസ് ബാധണോ എന്നൊക്കെ ഉള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അതൊക്കെ എന്താണ്? മൈക്കോളജിയാണ്. നെക്സ്റ്റ് പാരസൈറ്റോളജി. പാരസൈറ്റോളജി എന്ന് പറഞ്ഞാല് പാരസൈറ്റ്സിനെ കുറിച്ചുള്ളത്. എന്താണ്? അമീബ അല്ലെങ്കിൽ പ്രോട്ടോസോവ അങ്ങനെയുള്ള പാരസൈറ്റ്സ്, പരാദജീവികള് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് വരുന്ന അസുഖങ്ങൾ അല്ലെ? അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെ, ഡിസീസുകള്, അതിനെന്തൊക്കെ പ്രിവെൻഷൻ എടുക്കാൻ പറ്റും അതിനുള്ള. ഇപ്പൊ എന്താണ് നമ്മ പറഞ്ഞില്ലേ വൈറോളജി, എന്താണ് കൊറോണയ്ക്ക് അല്ലെ? അപ്പൊ ആ സമയത്ത് ആ വൈറസിനെ കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് അല്ലെ നമുക്ക് വാക്സിനേഷൻ ഒക്കെ കണ്ടുപിടിച്ചല്ലേ? എന്നിട്ട് കോവിഷീൽഡ്, കോവാക്സ് ഒക്കെ കണ്ടുപിടിച്ച യെസ് കണ്ടുപിടിച്ചല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് എടുത്തിട്ടില്ലേ? ആ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ടോ? അപ്പൊ അതെന്താണ്? വൈറോളജിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് വൈറസിനെ കുറിച്ച് പഠിച്ച് അവര് റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് അല്ലെ അങ്ങനെയുള്ള വാക്സിനേഷൻ ഒക്കെ കണ്ടുപിടിച്ചത്. അതൊക്കെ എന്താണ്? ഈ വൈറോളജി സെക്ഷൻ ആണ്. ഓക്കെ.
പാരസൈറ്റോളജി എന്ന് പറഞ്ഞാൽ പാരസൈറ്റ്സിനെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ എന്താണ് ബ്ലഡ് ബോൺ മറ്റേ രക്തപ്രവാഹങ്ങള്, അതല്ലെങ്കിൽ മലേറിയ ഒക്കെ എന്താണ് ഈ പാരസൈറ്റ്സുമായി ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. പിന്നെന്താ ഈ മീറ്റുകൾ, ഇറച്ചികളൊക്കെ അധികം കുക്ക് ചെയ്യാണ്ട് കഴിക്കുക. പിന്നെന്താണ് വെള്ളം ക്ലീൻ അല്ലാത്തത്, ശുദ്ധിയില്ലാത്ത വെള്ളം കുടിക്കുക. പിന്നെ അങ്ങനെയുള്ള ഫുഡുകള് നല്ലവണ്ണം കുക്ക് ചെയ്യാത്ത വൃത്തിയില്ലാത്ത ഫുഡുകളൊക്കെ കഴിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്, പാരസൈറ്റോളജിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനം അല്ലെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്നിട്ട് രോഗപ്രതിരോധത്തെ കുറിച്ചുള്ള പഠനം അല്ലെ. ഓരോ മനുഷ്യർക്ക് എന്താണ് അവർക്ക് അവരുടേതായ ഒരു രോഗപ്രതിരോധം ഉണ്ട് അല്ലെ, ശക്തി ഉണ്ട് അല്ലെ. ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൂക്ഷ്മജീവികള് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലാണ് നമുക്ക് പനിയൊക്കെ വരും. നമ്മുടെ എന്താണ് ഇത് ഹീറ്റ് ചെയ്യും അല്ലെ, നമ്മുടെ ശരീരം ഓവർ ഹീറ്റ് ചെയ്ത് കാണിട്ട് അതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴേക്കാണ് നമുക്ക് പനി വരാം ഒക്കെ ചെയ്യുന്നത്. കേട്ടിട്ടുണ്ട് അതൊക്കെ? എന്താ ഓവർ ഹീറ്റ് ചെയ്ത് അപ്പൊ എന്താണ് ഇമ്മ്യൂണിറ്റി പവർ ആണ് നമ്മുടെ അല്ലെ, രോഗപ്രതിരോധ ശക്തിയാണത്. അപ്പൊ അങ്ങനെയുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഇമ്മ്യൂണോളജി. പിന്നെന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലർജീസ്, പിന്നെന്താണ് ക്യാൻസർ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെന്താണ് സെറോളജി. നെക്സ്റ്റ് സെറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സെറത്തിനെ കുറിച്ചുള്ള പഠനം. ഇറ്റ് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സെറം. ഇപ്പൊ നമുക്ക് കൊറോണ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? കൊറോണ ചെക്ക് ചെയ്തില്ലേ? ആ കൊറോണയുടെ ടൈമില് ചെക്ക് ചെയ്തത് എങ്ങനെയാ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കൊറോണ ചിലർക്കൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നോസർ അല്ലെ? ഓക്കെ. അപ്പൊ അറിയാൻ വേണ്ടിട്ടാണ് എന്താണ് നമ്മുടെ മൂക്കിൽ നിന്നുള്ള സ്രവ് എടുത്തും കാണിട്ട് അല്ലെ ടെസ്റ്റ് ചെയ്തിട്ടാണ് കൊറോണ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. എന്താണ് സെറം യൂസ് ചെയ്തും കാണിട്ട് ഒരു ടെസ്റ്റ് നടത്തുകയാണ് അല്ലെ, ഒരു ഡയഗ്നോസിസ് ചെയ്യാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റഡിയാണ് സെറോളജി. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്ത ദിവസം ഞാൻ ചോദിക്കുമ്പോ ആരും ഇനി മിണ്ടാതിരിക്കട്ട, എന്താണെന്നുള്ള കേട്ടിട്ടും കൂടി ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്. ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ടിടും. നെക്സ്റ്റ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. എന്ന് പറഞ്ഞാല് ഈ ക്ലിനിക്കൽ പാത്തോളജിയുടെ തന്നെ നെക്സ്റ്റ് വേറൊരു ഉപവിഭാഗമായിട്ട് വരുന്നതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അതായത് ഒരു പേഷ്യൻസിന്റെ ബോഡി ഫ്ലൂയിഡ്സുകൾ യൂസ് ചെയ്ത് കാണിട്ട് എന്താണ് അനാലിസിസ് ചെയ്യുന്നതാണ്. എന്താണ് ടെസ്റ്റുകൾ ചെയ്ത് ഡയഗ്നോസിസ് ചെയ്യുന്നതൊക്കെയാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഫസ്റ്റ് വൺ ബയോകെമിക്കൽ അനാലിസിസ്. എന്താണ് ഒരാളുടെ ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ എന്താണ് ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങൾ, അതായത് എൻസൈമുകള്, കാർബോഹൈഡ്രേറ്റുകള്, ലിപ്പിഡുകള്, പിന്നെ എന്താണ് കരൾ പ്രവർത്തനമൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ. അങ്ങനെ എന്താണ് അതൊക്കെ ചെയ്ത് ഡയഗ്നോസിസ് ചെയ്യുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ്. ഇപ്പൊ എന്താണ് എൻസൈമുകൾ അല്ലെ, എൻസൈമുകൾ നമ്മുടെ ശരീരത്തിൽ എൻസൈമുകൾ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? എന്തിനൊക്കെ വേണ്ടിയിട്ട് കുറെ പ്രവർത്തനങ്ങൾക്ക് എൻസൈമുകൾ ഉണ്ട്. റെസ്പിറേഷന് വേണ്ടിയിട്ടുണ്ട് അല്ലെ, പിന്നെന്താണ് ഡൈജഷൻ നടത്തുന്നതിനുണ്ട് അല്ലെ, പിന്നെന്താണ് മസിൽസിന്റെ അതല്ലെങ്കിൽ നെർവിന്റെ ഫങ്ഷൻ ഒക്കെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ എൻസൈമുകളുണ്ട്. അപ്പൊ എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ എൻസൈമുകൾ ടെസ്റ്റ് ചെയ്തങ്ങാട്ട് ഡയഗ്നോസിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള എനർജി ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അല്ലെ. പിന്നെ എന്താണ് ലിപ്പിഡ്സുകൾ എന്ന് പറഞ്ഞാല് വിറ്റാമിൻസ് അല്ലെ. വിറ്റാമിൻ എന്തൊക്കെ ടൈപ്പ് വിറ്റാമിൻസ് ഉണ്ട്? എ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള വിറ്റാമിൻസ്. പിന്നെന്താണ് കൊഴുപ്പുകൾ ഉണ്ട് അല്ലെ, ഫാറ്റ്സുകൾ ഉണ്ട്, സ്റ്റിറോളുകൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് ലിപ്പിഡ്സുകൾ. അപ്പൊ ഇതൊക്കെ വെച്ചും കാണിട്ട് എന്താണ് ഡയഗ്നോസിസ് അല്ലെ ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസിസ് ചെയ്യുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ്. ക്ലിയർ ആയോ? ഈ ലിപ്പിഡുകളാണ്. ലിവർ ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, ലിവറിന്റെ ഫംഗ്ഷൻ അറിയുന്നതും ഈ ബയോകെമിക്കൽ അനാലിസിസിലാണ് പെടുന്നത്, ലിവർ ഫംഗ്ഷൻസ്.
ഓക്കെ. ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാല് ഓക്കെ ഞാൻ പറയാം. ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ലിപ്പിഡുകൾ, അതല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റുകൾ, എൻസൈമുകൾ അത് ഉപയോഗിച്ച് കാണിട്ട് ടെസ്റ്റ് ചെയ്ത് എന്താണ് ഡയഗ്നോസിസ് ചെയ്യുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ്. നമ്മുടെ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ്സുകൾ അല്ലെ, ബ്ലഡ് യൂറിൻ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കാണിട്ട് ഇങ്ങനെയുള്ള എൻസൈമുകളുടെ അതല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് അല്ലെങ്കിൽ ലിവറിന്റെ ഫംഗ്ഷൻ ഒക്കെ അറിയുന്നതാണ്, ഡയഗ്നോസിസ് ചെയ്യുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ്. ക്ലിയർ ആയോ? ബോഡി ഫ്ലൂയിഡ്സുകൾ വെച്ച് കാണിട്ട് ഇങ്ങനെയുള്ള എൻസൈമുകളുടെ അതല്ലെങ്കിൽ ലിവർ ഫംഗ്ഷനിങ്, ലിപ്പിഡുകളുടെ ഒക്കെ പ്രവർത്തനം, എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടോ എന്നൊക്കെ അറിയുന്നത്. ഇനി ഹോർമോണൽ എസ്സേസ്. ഹോർമോണൽ എസ്സേസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ പേരിൽ തന്നെയില്ലേ. ക്ലിനിക്കൽ അതാ പറഞ്ഞ ക്ലിനിക്കൽ പാത്തോളജിയുടെ വേറൊരു ഉപവിഭാഗമാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബയോകെമിക്കൽ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹോർമോണൽ എസ്സേസ്. ഹോർമോണൽ എസ്സേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ ഉണ്ട്. ഹോർമോണൽ എസ്സേസ്. ഹോർമോൺ അല്ലെ, നമ്മുടെ ഹോർമോണിന്റെ ഡിഫറൻസുകൾ അല്ലെ, ഹോർമോൺ ലെവലൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇപ്പൊ ബ്ലഡില് ഹോർമോണിന്റെ ലെവലുകള് അറിയുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഹോർമോണൽ എസ്സേസ്. ഇപ്പൊ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലെ, തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ, പിന്നെ എന്താണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ അല്ലെ, മെൻസ്ട്രൽ സൈക്കിള് കറക്റ്റ് ആയി ആവാണ്ടിരിക്കുക, പിന്നെയാണ് PCOD ഉണ്ടാവുക അല്ലെ, പിന്നെ എന്താണ് പ്രഗ്നൻസിക്ക് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്, പിന്നെ എന്താണ് ഫെർട്ടിലിറ്റി അല്ലെ, അതിനൊക്കെ ബുദ്ധിമുട്ട് വരാനൊക്കെ എന്താണ് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ബുദ്ധിമുട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. ക്ലിയർ ആയോ? ഹോർമോണൽ എസ്സേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹോർമോണിന്റെ ഡിഫറെന്റ് കൊണ്ട് അല്ലെ, ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് വരുന്ന ഡിസീസുകൾ അറിയാൻ അതല്ല PCOD, അതാണ് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ, ഹോർമോണിന്റെ വേരിയേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതറിയാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഹോർമോണൽ എസ്സേസ്. ക്ലിയർ ആയോ? ഇതിൽ കുറേ ടേംസ് ഉണ്ട്, അതാണ് ഇങ്ങനെ പതുക്കെ എന്തൊക്കെയാ. നെക്സ്റ്റ് സോളി ടീച്ചറിന്റെ ലീവാണ്, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സും ഞാനാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടാ. കുഴപ്പമുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നില്ല? കുഴപ്പമില്ല. ഓക്കെ. നിങ്ങൾ 5 മിനിറ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തു, എന്നിട്ട് മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടാ. ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇതിന്റെ നോട്ട്സ് ഒക്കെ എഴുതി തരാം, ഈ ഹീമറ്റോളജി അതിന്റെ ഒക്കെ നോട്ട്സ് തരാം മിസ്. ഇനിയിപ്പോ ഇത് കഴിയുമ്പോ നിങ്ങൾ ഇത് മറന്നു പോകും. ഇപ്പൊ ക്ലാസ്സിൽ ഓക്കെ കിട്ടി ക്ലിയർ ആയി എന്നൊക്കെ പറയും, അത് കഴിയുമ്പോ നിങ്ങൾക്ക് നോക്കിയില്ല മറന്നു പോകും. എന്താണ് നോട്ട്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും, പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യും നിങ്ങൾക്ക്. ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇതൊന്ന് വായിച്ചു നോക്കിയേ ആദ്യം മുതല്. നിങ്ങൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് റിലാക്സ് ചെയ്തോട്ടാ, എന്നിട്ട് മിസ് ക്ലാസ് ചെയ്യാം, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. 2:35 ആവുമ്പോ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.
കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ. ഡൗട്ട്സ് ഉണ്ടോ ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഇല്ല, ക്ലിയർ ആയില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ നോട്ട്സ് ചെയ്താ ഹീമറ്റോളജി, ക്ലിനിക്കൽ പാത്തോളജി അതൊക്കെ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അല്ലേ? എന്നിട്ട് ബാക്കി എടുക്കാം. നിങ്ങൾ മറന്നു എഴുതിയെടുത്തു വന്ന ചാപ്റ്ററിന്റെ പേര് എഴുതി കാണിട്ട് എഴുതിക്കോട്ടെ. ലബോറട്ടറി സർവീസ് എഴുതിയിട്ട് ഓരോന്നിനെ കുറിച്ച് എഴുതിക്കോ. ഫസ്റ്റ് ക്ലിനിക്കൽ പാത്തോളജി. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി. എഴുതിക്കോ. ക്ലിനിക്കൽ പാത്തോളജി. Clinical pathology is a medical specialty. Clinical pathology is a medical specialty. Clinical pathology is a medical specialty that is concerned with the diagnosis of disease. ഒന്നുകൂടെ പറയണോ? Clinical pathology is a medical specialty. Clinical pathology is a medical specialty. That is concerned medical specialty that is concerned with the diagnosis of disease. With the diagnosis of disease. With the diagnosis of disease. With the diagnosis of disease based on laboratory analysis of based on laboratory analysis of bodily fluids എല്ലാവർക്കും ഓക്കെ. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ എഴുതിക്കോ. എന്താണ് WBC, RBC, അനീമിയ, അങ്ങനെയുള്ള HB, പിന്നെന്താണ് ഷുഗർ, അങ്ങനെയുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും അല്ലെ? പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ്, പിന്നെന്താണ് ESR ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അതിന്റെ അടിയിൽ ഇങ്ങനെ എനിക്ക് എക്സാമ്പിൾ ഒന്നും പറഞ്ഞു കണ്ടിട്ട് WBC, RBC, HB. ഓക്കെ, നെക്സ്റ്റ് പറയാലോ. സോറി, അതല്ല കേട്ടാ, ഞാൻ നെക്സ്റ്റിന്റെ മാറിപ്പോയി, സോറി ട്ടാ. നെക്സ്റ്റ് ഹീമറ്റോളജിയുടെ ഞാനിപ്പോ പറഞ്ഞത് എക്സാമ്പിൾ പറഞ്ഞു, സോറി ട്ടാ. ക്ലിനിക്കൽ പാത്തോളജി. ഇനി ഹീമറ്റോളജി is the study of blood. Hematology is the study of blood and blood related disorders. എന്താണ്? Hematology is the study of the blood and blood related disorders. ഇതിലാണ് WBC, RBC, HB ഒക്കെ എഴുതുന്നത്. ബ്ലഡ് കൗണ്ട്, പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട്, ബ്ലഡിന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും. പിന്നെന്താ ESR, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ, അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഹീമറ്റോളജി.
ക്ലിയർ ആയോ? ഇത് ജസ്റ്റ് മാറിപ്പോയി. ഓക്കെ. സൗണ്ട് കട്ടാവുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇഷ്യൂ? സൗണ്ട് കട്ടാകുന്ന ഇഷ്യൂ ഇല്ല. ഓക്കെ. അവിടുത്തെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഹിസ്റ്റോപാത്തോളജി. നെക്സ്റ്റ് എന്താണ്? ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി എന്താണ്? It is the study of, it is the histopathology is the study of the tissues, study of the tissues. Histopathology is the study of tissues and involves examining tissues, under a microscope. And involves examining tissues under a microscope. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കാണിട്ട് എന്താണ്? ടിഷ്യൂകൾ എക്സാമിൻ ചെയ്യുന്നതാണ് ഹിസ്റ്റോപാത്തോളജി. എന്താണ്? ക്യാൻസർ അല്ലേ, അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജുകൾ. ഒന്നുകൂടി. സ്റ്റഡി ഹിസ്റ്റോപാത്തോളജി ഈസ് ദി സ്റ്റഡി ഓഫ് ദി ടിഷ്യൂസ്. Study of the tissues and involves examining tissues under a microscope. Examining tissues under a microscope. Tissues under a microscope. എന്താണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന അസുഖം എന്തൊക്കെയാണ്? എക്സാമ്പിൾ ക്യാൻസർ, ടിഷ്യൂ ഡാമേജുകള്, പിന്നെന്താണ്? നെക്സ്റ്റ് എഴുതിക്കോ, സൈറ്റോളജി. സൈറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ദി സെൽസ് അല്ലേ. സൈറ്റോളജി ഈസ് ദി സ്റ്റഡി ഓഫ് ദി സെൽസ്. Cytology is the study of the cells. എന്താണ്? ക്യാൻസർ അല്ലെ. ക്യാൻസർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെ. സെല്ലിന്റെ ഫങ്ഷൻസ് അല്ലെ. സെല്ലിന്റെ ഫങ്ഷൻസ് കണ്ടുപിടിക്കുക, ക്യാൻസർ കണ്ടുപിടിക്കുക, ഇതിനൊക്കെ എന്താണ്? സൈറ്റോളജി. നെക്സ്റ്റ് ക്ലിനിക്കൽ. റിപ്പീറ്റ് വേണോ? റിപ്പീറ്റ്. Cytology is the study of the cells. Study of the cells. Cytology is the study. എന്തൊക്കെയാണ് സെൽ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? ക്യാൻസർ. പിന്നെന്താണ്? സെല്ലിന്റെ ഫങ്ഷൻസ് അല്ലെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും സെല്ലിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. നെക്സ്റ്റ് ക്ലിനിക്കൽ മൈക്രോബയോളജി. Clinical microbiology. Clinical microbiology. Clinical microbiology. Clinical microbiology. Clinical microbiology focuses on the
focuses on the isolation and isolation and characterization of infectious organisms സാംക്രമിക ജീവികൾ. ഇൻഫെക്ഷസ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ സാംക്രമിക ജീവികൾ. So they can be managed and so there can be clinical microbiology focuses on the isolation and characterization of infectious organisms. So they can be managed and treated in patients Infections can be caused by bacteria. Okay. Clinical microbiology focuses on the isolation and characterization of infectious organisms. So they can be managed and treated in patients. Infections can be caused by bacteria, fungi, viruses and parasites. Clear ആയോ? Okay. Next, okay, bacteriology എന്ന് പറഞ്ഞാൽ study of the ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം, അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ കണ്ടെത്തുക, അതിനുള്ള പ്രിവെൻഷന് പ്രതിരോധങ്ങൾ എന്തൊക്കെ സ്വീകരിക്കുക എന്നതൊക്കെ ഇതാക്കുന്നത്. നെക്സ്റ്റ് മൈക്രോബാക്ടീരിയോളജി. It is the study of bacteria. In the genus Mycobacteria. This is the study of bacteria in the genus Mycobacterium.
മൈക്രോബാക്ടീരിയം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം എന്താണ്? അത് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ട്യൂബർകുലോസിസ്, ലെപ്രസി. ട്യൂബർകുലോസിസ്, ലെപ്രസി. എന്തിന്റെ സ്പെല്ലിംഗ് ആണ്? ട്യൂബർകുലോസിസ് TUBER CULO TUBERCULOSIS tuberculosis. Leprosy LEPRASY. Next, virology. Virology is the study of virus. എന്തൊക്കെയാണ് വൈറസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങള്? സ്റ്റഡി ഓഫ് വൈറസ്. അസുഖങ്ങൾ എന്താണ്? കോൾഡ്, COVID-19, ഫ്ലൂ. ഫ്ലൂ എന്ന് പറഞ്ഞാല് പകർച്ചപ്പനി ഇല്ലേ, നമ്മുടെ വൈറൽ ഫീവർ ഇല്ലേ, അതാണ് ഫ്ലൂ. പിന്നെ എന്താണ്? ഇബോള, യെല്ലോ ഫീവർ. ഇതൊക്കെ എന്താണ്? ഈ വൈറസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ്. എന്താണ് വൈറസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് എക്സാമ്പിൾ ആണ് കോൾഡ്, COVID-19, ഫ്ലൂ, ഇബോള, യെല്ലോ ഫീവർ. Mycology. Next, mycology. Mycology is the study of fungi. Mycology is the study of fungi. Respiratory fungal diseases, skin diseases. Respiratory fungal disease, skin disease. Mycology is the study of fungi. Study of fungi. Study of fungi. അതുമൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ് റെസ്പിറേറ്ററി ഫംഗൽ ഡിസീസ്. റെസ്പിറേറ്ററി ഫംഗൽ ഡിസീസ്. പിന്നെ സ്കിൻ ഡിസീസുകൾ, സ്കിൻ പ്രോബ്ലംസ് ഫംഗസ് മൂലം ഉണ്ടാകുന്നു. നെക്സ്റ്റ്, പാരസൈറ്റോളജി. Parasitology. Respiratory fungal diseases. Next, parasitology, study of parasites. It is the study of parasites. Malaria example. രോഗത്തിന് example. Next, immunology. It is the study of the immune system. Study of the immune system. Serology. It is the scientific study of serum. It is the scientific study of serum. It is the scientific study of serum. Serum test സെറത്തെ കുറിച്ച് പഠിക്കുക.
Clinical biochemistry. Next, clinical biochemistry. Clinical biochemistry. Clinical biochemistry. സെറം എക്സാമ്പിൾ COVID-19 നമ്മൾ സെറം യൂസ് ചെയ്തെങ്ങാനിട്ട് കണ്ടുപിടിക്കുന്ന COVID-19 ആക്കാം. പിന്നെ ഫീവർ, clinical biochemistry. Next, clinical biochemistry. പറയട്ടെ, മിസ് പറയട്ടെ. ബോറടിക്കുന്നുണ്ടാ? എഴുതി ബോറടിക്കുന്നുണ്ടാ? കുഴപ്പമില്ല. ഓക്കെ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എഴുതിക്കാണ്. ഇറ്റ് ഈസ് എ subspeciality. It is a subspeciality of pathology. It is a subspeciality of pathology that involves subspeciality. എന്താണ് നമ്മുടെ പാത്തോളജിയുടെ ഒരു സബ്സ്പെഷ്യാലിറ്റി ആയില്ലേ, ഉപവിഭാഗമായിട്ടല്ലേ. Subspeciality of pathology that involves analyzing bodily fluids to diagnose and manage disease. To diagnose and manage disease. ഡയഗ്നോസ്, രോഗനിർണയം നടത്തുക, ആൻഡ് മാനേജ് ഡിസീസ്. Next, biochemical analysis. പറയട്ടെ. ബയോകെമിക്കൽ അനാലിസിസ് refers to the detection method used to determine enzymes, carbohydrates, used to determine enzymes, carbohydrates, lipids, protein, and liver functions. Lipid, proteins,
ലിപ്പിഡ്സ് ഞാൻ പറഞ്ഞില്ലേ, വിറ്റാമിൻസ്, ഫാറ്റ്സുകള്, സ്റ്റിറോളുകൾ, ഇതൊക്കെ കൂടി അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് ലിപ്പിഡ്സ്. പ്രോട്ടീൻ ആൻഡ് liver functions, in the body, liver function in the body through various biochemical reaction. Biochemical reaction. Next, hormonal assays. Hormonal assays. Hormonal assays. A hormonal assay is a diagnostic blood test. Say diagnostic blood test measures hormone level. A hormonal assay is a diagnostic blood test measures hormone level in the body. Hormone level in the body. Hormone level in the body to assess health conditions. Assess health condition. It can help identify hormone imbalances. It can help identify hormone imbalances that may affect hormone imbalances that may affect fertility, thyroid problems, എവിടെ മുതലാണ് പറയുന്നത്? ആദ്യം മുതൽ പറയണോ? ഹോർമോണൽ അസേ. ഓക്കെ. It can help identify hormone imbalances that may affect fertility, thyroid problems, menstrual cycles, and pregnancy. PCOD ഒക്കെ ഉണ്ട് കേട്ടാ. PCOD എന്ന് പറഞ്ഞാല് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. എന്താണ്? നമ്മുടെ ഓവറിയില് എന്താണ് സിസ്റ്റ് പോലെ വരിക, അതൊക്കെയാണ് PCOD. എന്താണ്? നമുക്ക് ബ്ലീഡിങ് കൂടുക, അങ്ങനെയൊക്കെ വരുന്നത് PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. ക്ലിയർ ആയത്? എഴുതിയെടുത്താ? ഓക്കെ. ക്ലിയർ ആയില്ലേ? ഓക്കെ.
ഇനി ഹൈറാർക്കി എന്താണ് ഹൈറാർക്കി? നെക്സ്റ്റ് സെക്ഷൻ ഹൈറാർക്കി. ഹൈറാർക്കിയിൽ വരുന്നത് നമ്മുടെ PCOD എന്ന് പറഞ്ഞാല് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് അത് മാത്രം പഠിക്കാനുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതുമായി ബന്ധപ്പെടുന്ന അസുഖങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടാ. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. PCOD എന്ന് പറഞ്ഞാല് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഓവറിയില് യൂട്രസില് എന്താണ് സിസ്റ്റ് പോലെയൊക്കെ വരില്ലേ, അതിന് പറയുന്നതാണ് PCOD. ഓക്കെ. ഹൈറാർക്കിയിൽ വരുന്നത് നമ്മുടെ ലാബില് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, അവർക്ക് വേണ്ട ഓരോ സെക്ഷനിലും വേണ്ട പൊസിഷനിലും വേണ്ട ആളുകൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ എന്തൊക്കെ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുകൾ വേണം, അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, പിന്നെ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ലാബിലെ അവരെ ഡ്യൂട്ടീസ് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ആരായിരിക്കും ഏതൊരു സെക്ഷനിലും ഡയറക്ടർ ആയിരിക്കില്ല അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ നോക്കി, ലബോറട്ടറി ഡയറക്ടർ ഫസ്റ്റ് വരുന്നത്, ലബോറട്ടറി ഡയറക്ടർ. ഡോക്ടറൽ ഡിഗ്രി MD ഓർ PhD, എന്താണ് PhD MD ഉള്ള ആളാണ്. സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. എന്താണ് എന്തിന്റെ സർട്ടിഫിക്കേഷൻ ആയിരിക്കണം? മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ വേണം. പിന്നെ അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? കൺട്രോൾസ് ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് എൻഷ്യൂർ ക്വാളിറ്റി പേഷ്യൻസ് കെയർ. എന്താണ് അവര് ലാബിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, അതിലുള്ള അവരെന്താണ് മാനേജ് ചെയ്യുക എന്നതൊക്കെയാണ് ലാബിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക. കൂടാതെ എന്താണ് ക്വാളിറ്റി എൻഷുർ ക്വാളിറ്റി പേഷ്യൻസ് കെയർ. എന്താണ് ക്വാളിറ്റി പേഷ്യൻ കെയർ എന്ന് പറഞ്ഞാൽ എന്താ വിഷയം? ടെസ്റ്റുകൾ അല്ലേ, നമ്മുടെ പേഷ്യന്റിന്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്ന റിസൾട്ടുകൾ അല്ലേ നല്ല രീതിയിലുള്ള കൃത്യമായ റിസൾട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ എന്താണ് എക്സ്പ്ലെയിൻസ് ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റ്. എന്താണ് ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ. നെക്സ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസറുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡോക്ടറൽ ഡിഗ്രി MD ഓർ PhD, മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് എക്സാമിനേഷൻ. എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി എടുത്ത ആളായിരിക്കും. പ്രൊവൈഡ് സൂപ്പർവിഷൻ. എന്താണ് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായിരിക്കും ടെക്നിക്കൽ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ എന്താണ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദി ലാബിലെ സയന്റിഫിക് ഫങ്ഷൻസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക. നെക്സ്റ്റ് ജനറൽ സൂപ്പർവൈസർ, മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. എന്താണ് ചില സമയത്ത് നമ്മുടെ ലബോറട്ടറി ഡയറക്ടറോ അതല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിരിക്കും ജനറൽ സൂപ്പർവൈസർ ആയിട്ട് ഉണ്ടാവുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്. എന്താണ് ആ ലാബിന്റെ അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസിന്റെ ബേസിസിലായിരിക്കും. ക്വാളിഫൈ എന്താണ് MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അല്ലെങ്കിൽ MT മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. MLT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. MLT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അവരുടെ ഡ്യൂട്ടി എന്താണ്? പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദി ലാബ്. എന്താണ് ലാബിലെ ലബോറട്ടറിയിലെ ഡെയിലിയുള്ള പ്രവർത്തനം, എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങള് സൂപ്പർവിഷൻ ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. പിന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻസ്
or certification may be required by employees. എന്താണ് അതിൽ MLT കഴിഞ്ഞത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് അല്ലെ. ഇപ്പൊ എന്താണ് ലാബ് നടത്താൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകളൊക്കെ MLS. MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. MLT കഴിഞ്ഞ ആളുകളോ MLT സർട്ടിഫിക്കറ്റ് കിട്ടിയത് അല്ലെങ്കിൽ എന്താണ് ലാബ് നടത്താൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളുകളൊക്കെയാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആയിട്ടുണ്ടാവുന്നത്. പിന്നെ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ MLS or MT. എന്താണ് കസ്റ്റമർ ടെസ്റ്റുകൾ ചെയ്യുക. ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള ടെസ്റ്റ് റിസൾട്ടുകൾ ആരുടെ സൂപ്പർവിഷൻ MLS-ന്റെ അല്ലെങ്കിൽ MT-യുടെ അണ്ടറില് ക്വാളിറ്റി ഉള്ള ടെസ്റ്റ് റിസൾട്ടുകൾ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ആരാണ്? ഫ്ലിബോട്ടോമിസ്റ്റ്. PBT എന്ന് പറഞ്ഞാല് ഫ്ലിബോട്ടോമിസ്റ്റ് ടെക്നീഷ്യൻ. PBT ഫ്ലിബോട്ടോമിസ്റ്റ് ടെക്നീഷ്യൻ. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. എന്താണ് ഇപ്പൊ ചില +2 കഴിഞ്ഞ് കഴിഞ്ഞാല് ലാബ് പഠിക്കാൻ പോകില്ലേ? എന്താണ് 6 മാസത്തേക്ക് ലാബ് കോഴ്സുകൾ ഉണ്ടല്ലേ, അതൊക്കെ പഠിക്കാൻ പോകും. അങ്ങനെയുള്ളവരാണ് ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ്. ഗ്യാദേഴ്സ് അവരുടെ ഡ്യൂട്ടി എന്താണ്? ഗ്യാദേഴ്സ് blood samples from patients for lab test. പറയാട്ടാ. gathers blood samples from patients for എന്താണ് ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ സാമ്പിൾ എടുക്കുന്നത്. ബ്ലഡ് ഒക്കെ എടുക്കൂലേ അവരാ, അങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് ഫ്ലുബോട്ടോമിസ്റ്റിനുള്ളത്. PBT എന്ന് പറഞ്ഞാല് ഫ്ലുബോട്ടോമിസ്റ്റ് ടെക്നീഷ്യൻ. ഈ സാമ്പിൾ എടുക്കുന്ന ആളുകൾ പറയുന്നതാണ് ഫ്ലുബോട്ടോമിസ്റ്റ്. അതന്നെ ഫ്ലുബോട്ടോമിസ്റ്റ് ടെക്നീഷ്യൻ. സാമ്പിൾ എടുക്കൂലേ അങ്ങനെയുള്ള ആളുകൾ പറയുന്നതാണ് ഫ്ലുബോട്ടോമിസ്റ്റ്. ക്ലിയർ ആയത്? ഈ ചാപ്റ്റർ ഇത്രയും ലബോറട്ടറി സർവീസ് ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഈ ഹൈറാർക്കി വരെ ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ. ഇനി എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കും. ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാട്ടോ. ഞാൻ പറഞ്ഞില്ല ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇതെന്താന്ന് പറഞ്ഞാല് ഈ സംഭവമില്ലേ ഇത് ക്ലിനിക്കൽ പാത്തോളജി അതിൽ വരുന്ന സെക്ഷൻ ഒക്കെയാണ് ഇത്. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത്രയും നോട്ടൊക്കെ തന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ക്ലിനിക്കൽ പാത്തോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, റൂട്ടീൻ പാത്തോളജി. പിന്നെ ക്ലിനിക്കൽ മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ ബാക്ടീരിയോളജി, മൈക്രോബാക്ടീരിയോളജി. അങ്ങനെ പിന്നെ എന്താണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നതാണ് ഇത് രണ്ട്. അങ്ങനെ ഡിഫറെന്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് എക്സാമിന് വരില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും കുറച്ച് നോട്ട്സ് ഒക്കെ തന്നെ പറഞ്ഞു തന്നത് കേട്ടാ. ചിലപ്പോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും ഇത് എന്താണ്, വൈറോളജി എന്താണ് അല്ലെങ്കിൽ മൈക്രോബാക്ടീരിയോളജി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഷാഹിറ എന്താണ്? ക്വാളിഫിക്കേഷൻ ഒന്നും അങ്ങനെ പഠിക്കാനില്ലല്ലോ അതില്. അങ്ങനെയൊന്നും പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ. ഇന്നിപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ കുറച്ചു നേരം എന്നെ തന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്നേ. ഓക്കെ. താങ്ക് യു.
എല്ലാരും പോയോ?